ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്ന ഉദ്ഗ്രദിനം 3-ാം ദിവസം ഇൻ്റഗ്രേഷൻ ഡേ 3യുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നതെന്നും അതിൻ്റെ ഉത്തരങ്ങൾ നോക്കാം. അപ്പോൾ പ്രവർത്തനം 9 വരെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്രവർത്തനം 10 മുതലാണ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രവർത്തനം 10 ഞങ്ങളുടെ പള്ളിക്കൂടം വരികൾ കൂട്ടിച്ചേർത്ത് കവിത പൂർത്തിയാക്കും. അപ്പോൾ അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് പള്ളിക്കൂടത്തിൻ്റെ, അതുപോലെ തന്നെ കുറച്ച് വരികളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വരികളെല്ലാം വായിച്ചതിന് ശേഷം അതിനോട് അനുയോജ്യമായിട്ടുള്ള വരികൾ കൂട്ടിച്ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വരികൾ വായിച്ചു നോക്കാം. അപ്പോൾ എന്താണ് വരികളുള്ളത്? കാട്ടിൽ നല്ലൊരു പള്ളിക്കൂടം, കാണാൻ നല്ലൊരു പള്ളിക്കൂടം, ആനയും കാക്കയും തത്തയും മാനും ഒത്തുപഴിക്കും പള്ളിക്കൂടം. അങ്ങനെയുള്ള വരികളാണ് ഇനി നമ്മളോട് കൂട്ടിച്ചേർക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 വരിയോടെ കൊടുത്തിട്ടുണ്ട്. കാട്ടിൽ നല്ലൊരു പള്ളിക്കൂടം, കാണാൻ നല്ലൊരു പള്ളിക്കൂടം. ഇനി നമുക്ക് എന്തൊക്കെ വരികൾ എഴുതി ചേർക്കാം? വണ്ടും തുമ്പിയും ഒത്തുപടിക്കും പള്ളിക്കൂടം, കാട്ടിൽ നല്ലൊരു പള്ളിക്കൂടം, കാണാൻ നല്ലൊരു പള്ളിക്കൂടം, കുറുക്കനും കുരങ്ങനും ഒത്തുപടിക്കും പള്ളിക്കൂടം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ ചിത്രത്തിൽ നോക്കിയിട്ട് എഴുതാൻ കഴിയുന്നതാണ്. അപ്പോൾ അത് കൂട്ടുകാർ ചെയ്തു നോക്കണം. ഇനി പ്രവർത്തനം 11 വിദ്യാലയത്തിലെ അലങ്കാരം. ഇത് മാത്സിൽ നിന്ന്, അതായത് ഗണിതത്തിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. അതായത് ഇവിടെ ചിത്രം നോക്കി കൂടുതൽ അലങ്കാരങ്ങൾ വരച്ചു ചേർക്കും. അപ്പോൾ ഇവിടെ എന്താണ് ചിത്രം കൊടുത്തിട്ടുണ്ട്, അതിനോട് അനുയോജ്യമായിട്ട് ചിത്രം നല്ല നിരീക്ഷിച്ചതിന് ശേഷമാണ് കൂട്ടുകാർ വരയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ ചിത്രം നോക്കൂ. ആദ്യത്തെ ചിത്രത്തിൽ 1 ഇലയും 1 പൂവുമാണുള്ളത്. ഇനി രണ്ടാമത് വരച്ച ചിത്രത്തിൽ 1 ഇലയും 2 പൂവുമാണുള്ളത്. അപ്പോൾ ഇനി നമ്മൾ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? 1 ഇലയും 3 പൂവും വരയ്ക്കണം. അപ്പോൾ അത് കൂട്ടുകാരൊന്ന് വരച്ച് നോക്കുക. ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് ഇത് പറയുന്നത് വരയ്ക്കാൻ കഴിയുന്നുണ്ടോ നോക്കണം. അപ്പോൾ 1 ഇലയും 3 പൂവും വരയ്ക്കുക. അതിനുശേഷം അടുത്തതിൽ 1 ഇലയും 4 പൂവും വരയ്ക്കുക. അപ്പോൾ അത് കൂട്ടുകാരൊന്ന് വരച്ച് നോക്കുന്നതായിരിക്കും നല്ലത്. ഇനി രണ്ടാമത്തേതിൽ എന്താണ്? 2 ഇല കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പിന്നീടുള്ളതിൽ 4 ഇല കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വരയ്ക്കുമ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കണം? 2 4 ഇനി എത്രയാണ്? 6. അപ്പോൾ 6 ഇല കൂട്ടിച്ചേർത്തത് വരയ്ക്കണം. അതിനുശേഷം 8 ഇല കൂട്ടിച്ചേർത്തത് വരയ്ക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതൊക്കെ വരച്ച് നോക്കുന്നതാണ് നല്ലത്. ഇനി മൂന്നാമത്തേത് എങ്ങനെയാണ്? 1 ഇല, അതിനുശേഷം 3 ഇല കൊടുത്തിട്ടുണ്ട്. ഇനി വരയ്ക്കുമ്പോൾ നമ്മൾ എത്ര ഇല വരയ്ക്കണം? 5 ഇല വരയ്ക്കണം. അതുപോലെ തന്നെ അടുത്തതിൽ 7 ഇല വരയ്ക്കണം. അതുപോലെ തന്നെ വരച്ച് നോക്കുക. ഇനി സമാന്തരമായ ഒരു പാറ്റേൺ തയ്യാറാക്കൂ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ 3 പാറ്റേണും നിരീക്ഷിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയതിന് ശേഷം ഇതുപോലെയുള്ള ഒരു പാറ്റേൺ നിങ്ങളുടേതായിട്ട് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ 1 ഇല 2 ഇല, അല്ലെങ്കിൽ 2 ഇല 4 ഇല, അല്ലെങ്കിൽ 3 ഇല 6 ഇല, അങ്ങനെയൊക്കെ നമുക്ക് പാറ്റേൺ വരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഈ പ്രവർത്തനം നിങ്ങളൊന്ന് നോട്ട്ബുക്കിൽ അല്ലെങ്കിൽ പേപ്പറിലോ ഒന്ന് ചെയ്ത് നോക്കുന്നതാണ് നല്ലത്. കാരണം ഇങ്ങനെയുള്ള ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി അടുത്ത പ്രവർത്തനം 12 സ്കൂളിലെ സദ്യ. പഴങ്ങൾക്ക് മഞ്ഞ നിറവും പച്ചക്കറികൾക്ക് പച്ച നിറവും നൽകും. അപ്പോൾ ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് പഴങ്ങളും കുറച്ച് പച്ചക്കറികളുമാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് പച്ചക്കറികളെന്നും ഏതൊക്കെയാണ് പഴങ്ങളെന്നും തിരിച്ചറിഞ്ഞതിന് ശേഷം അതിന് പഴങ്ങൾക്ക് എന്ത് കളറാണ് കൊടുക്കേണ്ടത്? മഞ്ഞ നിറവും, പച്ചക്കറികൾക്ക് പച്ച നിറവുമാണ് കൊടുക്കേണ്ടത്. അപ്പം കൂട്ടുകാർക്ക് മനസ്സിലായി. അപ്പോൾ ഉദ്ഗ്രഥനം പരീക്ഷയ്ക്ക് പോകുമ്പോൾ എല്ലാവരും, ഇൻ്റഗ്രേഷൻ എക്സാമിന് പോകുമ്പോൾ എല്ലാവരും എന്താണ് കളർ പെൻസിലൊക്കെ കയ്യിൽ കരുതണം. കാരണം ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ കളർ പെൻസിൽ നിർബന്ധമായും വേണം. അപ്പോൾ നമുക്ക് നോക്കാം ചിത്രങ്ങളിലുള്ളത് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ആദ്യം നമുക്ക് കാണുന്നത് എന്താണ്? ചേന, തക്കാളി, പേരയ്ക്ക, അതുപോലെ തന്നെ ഉരുളൻകിഴങ്ങ്, വെണ്ടയ്ക്ക, മാമ്പഴം, മുന്തിരി, ആപ്പിൾ, ഓറഞ്ച്, വഴുതിന. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് പഴങ്ങളും പച്ചക്കറികളും? പച്ചക്കറികൾ ഏതൊക്കെയാണ്? പച്ചക്കറികൾക്ക് പച്ച നിറമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ കൂട്ടുകാർ പച്ചക്കറികൾക്ക് പച്ച നിറം കൊടുക്കാൻ ശ്രദ്ധിക്കുക. പച്ചക്കറികൾ ഏതൊക്കെയാണ്? ചേന, തക്കാളി, വെണ്ടയ്ക്ക, ഉരുളൻകിഴങ്ങ്, വഴുതിന. അപ്പോൾ ഇതൊക്കെയാണ് പച്ചക്കറികൾ. അപ്പോൾ പച്ചക്കറികൾക്ക് ഏത് കളറാണ് കൊടുക്കേണ്ടത്? പച്ച നിറം. ഇനി നമുക്ക് പഴങ്ങൾ നോക്കാം. പഴങ്ങൾ ഏതൊക്കെയാണ് ഇതിലുള്ളത്? പേരയ്ക്ക, അതുപോലെ തന്നെ മാമ്പഴം, മുന്തിരി, ആപ്പിൾ, ഓറഞ്ച്, ഇവയൊക്കെയാണ് പഴങ്ങൾ. അപ്പോൾ ഇതിന് മഞ്ഞ നിറവും കൊടുക്കുക. അപ്പോൾ കൃത്യമായിട്ട് അതിനെല്ലാത്തിനും നല്ല വൃത്തിയിൽ നിറങ്ങൾ നൽകാൻ ശ്രദ്ധിക്കണം. ഇനി പ്രവർത്തനം 13 ഇലഞ്ഞിത്തൊപ്പിയും പൂമാലയും.
പൂമാല കിട്ടിയവരുടെയും ഇലഞ്ഞിത്തൊപ്പി കിട്ടിയവരുടെയും കണ്ടെത്തും. അപ്പോൾ എന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്? മാത്സിൻ്റെ അതായത് ഗണിതത്തിൽ നിന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പട്ടിക പൂർത്തിയാക്കും. അപ്പോൾ ഇവിടെ ഇലഞ്ഞിത്തൊപ്പി കിട്ടിയവർ ആരൊക്കെയാണെന്നും പൂമാല കിട്ടിയത് ആരൊക്കെയാണെന്നും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മാനിന് ആകെ 14 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഇലഞ്ഞിത്തൊപ്പിയും പൂമാലയും കൂടിയിട്ട് 14 എണ്ണം. അപ്പോൾ പൂമാല കിട്ടിയത് 7 എണ്ണമാണ് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ഇലഞ്ഞിത്തൊപ്പി എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? 14 മൈനസ് 7 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉത്തരം 7 എന്ന് കിട്ടും. അപ്പോൾ 7 ഇലഞ്ഞിത്തൊപ്പിയാണ് മാനിന് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തത് കുറുക്കന് ആകെ കിട്ടിയിട്ടുള്ളത് 16 എണ്ണമാണ്. അതിൽ 9 എണ്ണം ആണ് പൂമാല കിട്ടിയത്. അപ്പോൾ ഇലഞ്ഞിത്തൊപ്പി എങ്ങനെ കണ്ടുപിടിക്കുക? 16 മൈനസ് 9 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്രയാണ് ഉത്തരം കിട്ടുക? 7 ആണ് ഉത്തരം കിട്ടുക. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി അടുത്തത് എന്താണ്? കാക്കയ്ക്ക് എത്ര എണ്ണമാണ്? 8 എണ്ണമാണ് ആകെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇലഞ്ഞിത്തൊപ്പി കിട്ടിയിട്ടുള്ളത് 3 എണ്ണമാണ്. അപ്പോൾ പൂമാല എത്ര ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? 8 മൈനസ് 3 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 എന്ന് കിട്ടും. അപ്പോൾ 5 പൂമാലയാണ് കിട്ടിയിട്ടുള്ളത്. ഈ തത്തയുടെ നോക്കുകയാണെങ്കിൽ ആകെ കിട്ടിയത് 11 ഇലഞ്ഞിത്തൊപ്പി 5 ആണ്. അപ്പോൾ പൂമാല എത്ര ആയിരിക്കും? 6 എണ്ണമാണ് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് ആ പട്ടിക പൂർത്തിയാക്കേണ്ടത്. ഇനി നമുക്കതിന് താഴെ ഒരു ചോദ്യമുണ്ട്. എന്താണ്? മുയലുകളിൽ 7 പേർക്ക് ഇലഞ്ഞിത്തൊപ്പിയും 12 പേർക്ക് പൂമാലയും കിട്ടി എങ്കിൽ ആകെ എത്ര മുയലുകളാണ് ഉണ്ടായിരിക്കുക? അപ്പോൾ 7 പേർക്ക് പൂമാലയാണ് കിട്ടിയിട്ടുള്ളത്. 7 പേർക്ക് ഇലഞ്ഞിത്തൊപ്പിയും 12 പേർക്ക് പൂമാലയുമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 12 + 7 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 19 എന്ന് കിട്ടും. അപ്പോൾ 19 മുയലുകളാണ് ആകെ കൂടിയിട്ട് ഉള്ളത്. ഇനി അവസാനത്തെ പ്രവർത്തനം 14 കൺമണിയുടെ ഡയറി. കാട്ടിലെ വിദ്യാലയത്തെക്കുറിച്ച് എഴുതും. അപ്പോൾ അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിരീക്ഷിച്ചതിന് ശേഷം അതിൽ എന്തൊക്കെയാണെന്ന് കാണുന്നതെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് വിദ്യാലയത്തെക്കുറിച്ച്. അപ്പോൾ അവിടെ ഒരു വരി അവിടെ കൊടുത്തിട്ടുണ്ട്. വലിയ കെട്ടിടം ഉണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ എഴുതാം? വലിയ മരങ്ങളും അതിൽ കിളികളുമുണ്ട്. ആ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലേ? ഈ മരത്തിൽ ഒരു ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട്. മുറ്റത്ത് ഒരു വലിയ പൂന്തോട്ടവും അവിടെ തുമ്പിയും പൂമ്പാറ്റയും വണ്ടുകളുണ്ട്. ആനയും മാനും മുയലുകളും കുറുക്കനും മുറ്റത്ത് കളിക്കുന്നുണ്ട്. മരച്ചില്ലകളിൽ കുരങ്ങൾ ഇരിക്കുന്നു. കിളികൾ പാറി നടക്കുന്നു. ഇങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വാചകത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത് അത് വാചകം രൂപത്തിൽ എഴുതിയാൽ മതി. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു കഴിഞ്ഞ വർഷം ഇൻ്റഗ്രേഷൻ ഡേ 3 ഉദ്ഗ്രഥനം 3-ാം ദിവസത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കൂട്ടാനുള്ളതും കുറക്കാനുള്ളതും എല്ലാം നിങ്ങളൊരു നോട്ട്ബുക്കിൽ ചെയ്ത് നോക്കിയിട്ട് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.